ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ട ഉപയോഗിക്കാതെ എങ്ങനെയാണ് നമ്മൾ ബ്രെഡ് നല്ല രുചിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ള റെസിപ്പിയാണ്. വളരെ ടേസ്റ്റായിട്ട് മുട്ടയില്ലാതെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോസസ്സിലോട്ട് പോകാം. 1 കപ്പ് കടലപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂൺ വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്ത അണിയൻ വേണം, സവാള. പിന്നെ ഒരു 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് വേണം. പിന്നെ 3 സ്ലൈസസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് ബാറ്ററിൻ്റെ അളവും കൂട്ടണം. ഞാനിവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് അതിൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. ഞാനിതിവിടെ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പതുക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, സവാള, പച്ചമുളകൊക്കെ ചേർക്കാം. പച്ചമുളക് വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ, അങ്ങനെ ചെയ്യുക. പിന്നെ അതുപോലെ പൊടിയായി അരിഞ്ഞ സവാള. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ്, മല്ലി ഇലയും കൂടി ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ് അത് ചേർത്താൽ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമ്മൾ മുട്ടയുടെ ബാറ്റർ ഇല്ലാതെ അയവിൽ നമ്മൾക്കിത് കലക്കിയെടുക്കണം. മുട്ട നമ്മൾ പൊരിക്കാനായിട്ട് എങ്ങനെയാണ് കലക്കിയെടുക്കുന്നത്, ആ അയവിൽ നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കിയെടുക്കുക. അതിന് ശേഷം പാൻ വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കുക. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് അധികം എണ്ണ വേണ്ടി വരില്ല, ഡീപ്പ് ഫ്രൈ അല്ല. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഓരോ സ്ലൈസസും ബ്രെഡ് സ്ലൈസസും എടുത്ത് നമ്മൾക്ക് പാനിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നേരം ഡിപ്പ് ചെയ്ത് ഇടരുത് കേട്ടോ, ബ്രെഡാണ് പെട്ടെന്ന് കുതിർന്ന് പോവും, പിന്നെ ബാറ്ററിൽ തന്നെ പൊട്ടിപ്പോയി കിടക്കും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എടുക്കണം. പാനിൽ വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ആ മസാലയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. പിന്നെ മുകൾ ഭാഗം ഒന്ന് പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലിഡ് വെച്ച് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം. താഴെ ഭാഗം കരിയാതെ നോക്കണം. നമ്മൾ സമയമാകുമ്പോൾ ലിഡ് തുറന്ന് നമ്മളത് മറിച്ചിടണം. ഇപ്പോൾ കണ്ടോ, മുട്ടയുടെ പൊരിക്കുന്ന രീതിയിൽ തന്നെ താഴത്തെ ഭാഗം നമുക്ക് കാണാൻ മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. മുകളിലത്തെ ഭാഗവും കോട്ടായിട്ടുണ്ട്, നമ്മൾ തിരിച്ചിടുമ്പോൾ ഒഴുകി പോവില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. കണ്ടോ, നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്, മുട്ട പൊരിച്ചതുപോലെ തന്നെ. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം ഒന്ന് ഇതുപോലെ തന്നെ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കവർ ചെയ്ത് താഴെ ഭാഗം മൊരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. ഏകദേശം നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ താഴത്തെ ഭാഗം മൊരിയാനായിട്ട്. അതനുസരിച്ച് തുറന്ന് നോക്കുക. കുക്കായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മുരിച്ചെടുത്തതിന് ശേഷം ഇത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് പീസ് റെഡി ആയിട്ടുണ്ട്. ടോസ്റ്റ് ചെയ്തത് വളരെ ടേസ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാമില്ലേ, നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ എല്ലാം മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനെടുത്ത 3 ബ്രെഡ് സ്ലൈസസും ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. മുട്ട ചേർക്കാത്തതുകൊണ്ട് മുട്ട കഴിക്കാൻ പാടില്ലാത്തവർക്കും ഇത് കഴിക്കാം. എന്തോരം വേണമെങ്കിലും കഴിക്കാം. കൂടുതൽ ഉണ്ടാക്കുന്നതനുസരിച്ച് ബാറ്ററിൻ്റെ കണ്ടൻറ്റിൻ്റെ അളവൊക്കെ കുറച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയിൽ. താങ്ക് യു.